ഇങ്ങനെ ചില സീക്വൻസസ് ഇങ്ങനെ വരുന്ന സമയത്ത് അത് തോന്നില്ല, മനസ്സിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ള ഒരു സീക്വൻസിന് കറക്റ്റ് ആക്ഷൻ പറഞ്ഞ സമയത്ത് ആ വിളക്ക് കിട്ടും. പറയുന്നില്ല എന്ന് പറയുന്നില്ല, അപ്പുറത്തേക്ക് ഞാൻ കണ്ണിലേക്ക് ഒരു കണ്ണിലൊരു ഫീല്, എന്തോ കരയുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. അച്ഛൻ എന്റെ റൂമിലേക്ക് ഓടി വന്നു, എന്താ മോളെ എന്ന് വിളിച്ചിട്ട് ഞാൻ അങ്ങനെ കരഞ്ഞു. കെട്ടിയിട്ട് കൊല്ലോ. അത് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഡാൻസർ ആയതുകൊണ്ടാണ്. ഞാനും ജസ്റ്റിനെയും കണ്ടിട്ടുണ്ട്. 12 മണിക്ക് നിങ്ങൾ അവിടെ എത്തിക്കാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു കല്ലറ പോലൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്നെ ലൂസ് ചെയ്ത് പോകുന്നതാണ് എന്റെ ഏറ്റവും വലിയ പേടി. കാരണം ഞാൻ വന്നപ്പോ ഇവരൊക്കെ എന്നോട് ഡയറക്ടറൊക്കെ പറഞ്ഞു, അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. ആരാണ് വളവിലെ സ്മൂതി? ഇതല്ല, 3 പേരുണ്ട് അല്ലേ? ഞാനാണ്. ഉറപ്പിച്ചോ? ഇവിടെ പറഞ്ഞു ഇവിടെയാണ്. വൈറ്റ് ഡ്രസ്സിൽ ഇപ്പൊ ഇതാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. സിനിമയിൽ വരുമ്പോ ആരാന്നുണ്ടെങ്കിൽ സിനിമ കണ്ട് തീരുമാനിക്കും അല്ലേ? എന്തായാലും നല്ലൊരു സിനിമ, നല്ലൊരു ഡയറക്ടർ, നല്ലൊരു പ്രൊഡ്യൂസർമാർ, നല്ലൊരു സ്ക്രിപ്റ്റ്. ഇതിൽ മൊത്തം എത്ര ആക്ടേഴ്സ് ഉണ്ടെന്ന് നിനക്കൊന്ന് പറയാൻ പറ്റുമോ? 34 പറയൂ. അങ്ങനെ ഇടയിൽ ആരെങ്കിലും ഒരു 5 പേര് പറയാം. നമ്മള് 4 പേര്. അത് വിട്ടിട്ട് ഗോകുൽ ചേട്ടൻ, എനിക്ക് ഒരാൾ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും എത്തുന്നു. അർജുൻ ചേട്ടൻ, ബാലചേട്ടൻ, ഗോകുൽ ചേട്ടൻ, സൈജു ചേട്ടൻ, മനു ചേട്ടൻ, അവിടെ ഫോട്ടോ നോക്കി, സിദ്ധാർത്ഥ ചേട്ടൻ, ബാക്കിയൊന്നും പറയാം. ശ്രീപത്ത്, ദേവനന്ദ, സ്മിനു ചേച്ചി, അശ്വതി ചേച്ചി, ശിവത ചേച്ചി, ശ്രീജിത്ത് രവി ചേട്ടൻ, വൈഫ്. മതിയോ? ബാക്കി പറയൂ. ചേട്ടനും വൈഫും ഉണ്ട്, ആളുടെ വൈഫും ഉണ്ട്. വൈഫിന്റെ പേര് പറ. സജിത ചേച്ചി ഉണ്ട്. അച്ചു ചേച്ചിന്റെ പേര് പറഞ്ഞു. ബോബി ചേട്ടൻ, ബോബി ചേട്ടനെ പറഞ്ഞില്ല നിങ്ങള്? ബോബി ചേട്ടൻ ഉണ്ട്, ശിവ ഉണ്ട്, റാഫി, ശ്രാവൺ ചേട്ടൻ, അയ്യോ തീർന്നു, അഭിലാഷ് ചേട്ടൻ, മനോജ് ചേട്ടൻ പറഞ്ഞു, അഭിലാഷ് ചേട്ടൻ, ശ്രീകാന്ത് ശ്രീകാന്ത് ചേട്ടൻ, അമ്മ, ശ്രീകാന്ത് ചേട്ടനും അമ്മയുണ്ട്. ശ്രീകാന്ത് ചേട്ടനും അവരുടെ അമ്മയും. നന്ദു ചേട്ടൻ പറഞ്ഞില്ലല്ലോ, സിദ്ധാർത്ഥൻ കഴിഞ്ഞു. എന്തായിരുന്നു ഇവര് പറഞ്ഞു? അല്ല, ഇനിയുണ്ടല്ലോ 34 പേരുണ്ട്. നമുക്ക് കോമ്പിനേഷൻ ഉണ്ടാവണം. സിനിമയെ കുറിച്ച് പഠിക്കണ്ടേ? കോമ്പിനേഷൻ ഇല്ലാന്ന് പറഞ്ഞത് ശരിയല്ല. സന്ദീപ്. ഇത്രയും വലിയൊരു സിനിമയല്ലേ? സിനിമയുടെ കഥ തന്നെ ഫുൾ അറിയില്ല. ഏറ്റവും വലിയ സിനിമ ഈയിടയ്ക്ക് മലയാള സിനിമയിൽ 2020 കഴിഞ്ഞ ശേഷം ഇത്രയും ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ള ഒരു സിനിമയായിട്ട് ഞാൻ ഈ സിനിമയുടെ വലിപ്പം കാണും. അപ്പോൾ നമ്മൾ ആ സിനിമയുടെ ആർട്ടിസ്റ്റുകൾ പഠിക്കണം. എവിടെ പേരും ചോദിക്കാൻ പറയാനുള്ള തയ്യാറെടുപ്പാണ്. ഈ സുമതികള് സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് നമുക്ക് ഈ സിനിമ ചെയ്യാമെന്ന് തോന്നുന്ന ഒരു കാരണങ്ങളുണ്ടാകും. ഓരോ ആളുകൾക്കും ഓരോ കാരണങ്ങളായിരിക്കും, വ്യത്യസ്തമായ കാരണങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ സുമതി വളവ് ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയൊരു സ്ഥലമാണ്. ഞാൻ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വയം പേടിച്ചിട്ടുണ്ട് യാത്രയിൽ. ഞാൻ 5 വർഷത്തോടെ റിപ്പോർട്ടറായിട്ടേക്കുമ്പോൾ ഞാൻ ആ റൂട്ടിപ്പോൾ ഞാൻ സ്വയം ഭയപ്പെട്ടിട്ടുള്ളൊരു റോഡാണ്. ഒരു കാരണം ഈ സുമതി വളവ് സബ്ജക്റ്റ് ഇത് ചെയ്യാമെന്ന്, ഈ ക്യാരക്ടർ ചെയ്യാമെന്ന് തോന്നുന്ന ഒരു കാരണം പറയാം. ഈ സിനിമ എനിക്ക് വന്നത് തന്നെ വലിയൊരു കാരണമാണ്. കാരണം ഞാൻ സിനിമയിലെ എൻ്റെ ഒരു ഓപ്പണിംഗ് ആണ്. പിന്നെ എനിക്ക് ഇതിൽ പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡുള്ള ക്യാരക്ടർ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. അപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അങ്ങനെ എടുത്തു. മാളികപ്പുറം എന്നുള്ള ടീമിന്റെ നെക്സ്റ്റ് മൂവി എന്നുള്ളതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ. പിന്നെ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പം ആ ഒരു ഗ്രാമത്തിൽ ഒരു ഗ്യാങ് ഉണ്ട്, ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് ഉണ്ട്. അർജുൻ ചേട്ടൻ, ബാലുചേട്ടൻ, അഭിലാഷ് ചേട്ടൻ, ശിവ, റാഫി. പിന്നെ ആ ഒരു കൂട്ടത്തിൽ ഏക ഒരു പെൺതരി ഞാനാണ്. അത് പിന്നെ ബാലുചേട്ടൻ്റെ പേരാണ്. ഇതെല്ലാം കൂടെ കൊണ്ട് അത്രയും ആളുകളുടെ കൂടെ ഒരു പെൺതരി. അതാണ് ആദ്യം തന്നെ ഈ സിനിമയിലേക്ക് വന്നത്. അല്ല, മീൻസ് എന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു ഏറ്റവും വലിയ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
നമ്മൾ പറഞ്ഞത് മാളികപ്പുറം team. മാളികപ്പുറം ടീമാണ്. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. പിന്നെ എന്റെ ക്യാരക്ടർ കുറച്ചൊരു ലവബിൾ, ഇതുപോലെ ആൺകുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടി, പിന്നെ ബാലുചേട്ടന്റെ പേരാണ്, ഒരു ലവബിൾ ക്യാരക്ടറാണ്. ഞാൻ അഭിയേട്ടനും അർജുൻ ചേട്ടനായിട്ട് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രേതം ഒക്കെ ഇഷ്ടമാണ് അങ്ങനത്തെ പടങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനത്തെ. അപ്പോൾ അങ്ങനെ ഒരു പടത്തിൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് ഐ ഫെൽറ്റ് ഹാപ്പി. പിന്നെ അറിയുന്ന ടീം, അപ്പോൾ വർക്ക് ചെയ്യാനും കംഫർട്ടബിൾ ആവും. ആൻഡ് മെയിൻലി ഞാൻ ഇങ്ങനത്തെ ഇപ്പം എനിക്ക് കുറച്ച് പീരിയോഡിക് എന്നല്ല, കുറച്ച് 90s, ഞാനൊരു ജെൻസിയാണ്, ലൈക്ക് ഈ ഇതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ലൈക്ക് കോസ്റ്റ്യൂംസ് ആയാലും കാണാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെയർ ആയിട്ട് അങ്ങനത്തെ വരുന്നുള്ളൂ. സോ വൈ നോട്ട്. സെയിം മാളികപ്പുറം ടീമാണ്. പിന്നെ സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ അഭിലാഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മാളികപ്പുറം കണ്ടപ്പോൾ തന്നെ എനിക്കത് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റാണ്. സോ അതുകൊണ്ട് മാളികപ്പുറവും ഇതും രണ്ട് യാത്രയാണ് അല്ലേ? രണ്ട് യാത്രയാണ്. മാളികപ്പുറം കണ്ട് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ലോകത്തില്ല. അത് നമ്മൾ സമ്മതിക്കേണ്ട ഒരു സിനിമ. ഈ സുമതി വളവിലേക്ക് എത്തുമ്പോൾ, ഈ സുമതി വളവ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാമിലി ഹൊററാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ ടാഗ് തന്നെ വരുന്നത്. നമ്മൾ ആരും ഭയമില്ലാത്തവരാരും ഉണ്ടാവില്ല ലോകത്ത്. ആരും ഭയമില്ലാത്ത, ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെട്ടിരിക്കുന്നത്, ദുസ്വപ്നം കണ്ട് ഭയപ്പെട്ടിരിക്കുന്നത് എന്തായിരിക്കും? സ്വപ്നം കണ്ട് ഞാൻ പാമ്പ് ഞാൻ കരഞ്ഞെണീറ്റിട്ടുണ്ട് ഉറക്കത്തില്. പാമ്പിനെ കണ്ട് കരഞ്ഞെണീറ്റു. അച്ഛൻ എൻ്റെ റൂമിലേക്ക് ഓടി വന്നു, എന്താ മോളെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കരഞ്ഞു. പാമ്പ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വരുന്ന ഒരു സ്വപ്നം കണ്ടാണ് കരുതുന്നത്. എന്തായിരിക്കും? എനിക്ക് പ്രേതത്തിന് പേടിയുണ്ട്. അപ്പൊ ആ സ്വപ്നം കാണാറുണ്ട്. അപ്പൊ അത് എപ്പോഴും അല്ല, ഇപ്പൊ ഇല്ല, കുറച്ച് മുന്നേ വരെ. ആക്ച്വലി പ്രേതത്തിന് പേടിയാ. അപ്പൊ അങ്ങനത്തെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. എനിക്ക് ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് വലിയ സർക്കിളുള്ള ആളൊന്നുമല്ല. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്നെ ലൂസ് ചെയ്ത് പോകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. അപ്പം അങ്ങനത്തെ വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പാനിക് ആയിട്ടുണ്ട്. എനിക്ക് ഞാൻ ഒരു സ്വപ്നം മാത്രം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ചെറുതാവും, ഇപ്പോഴല്ല. ഞാനിങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പം ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വീഴും സ്റ്റേജിന്റെ പുറത്തേക്ക്. അപ്പൊ എനിക്ക് ഞാൻ 8 ഉണരുന്നതന്നെ അങ്ങനെ. നമ്മളിപ്പോൾ റൈഡിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വരില്ലേ, അങ്ങനെ എനിക്ക് ഉറക്കത്തിൽ ഫീൽ ചെയ്തിട്ട് ഞാൻ ഉണരാറുണ്ട് പണ്ട്. ഇപ്പൊ ഇല്ല, കുറെ വർഷം മുന്നേ. ആ സ്വപ്നം തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണും. ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടുണ്ട് ചെറുതാവുമ്പോൾ. ആ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ വീട്ടിൽ പറയുമല്ലോ, അമ്മ ഞാൻ ഈ സ്വപ്നമാണ് കാണുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഡാൻസർ ആയതുകൊണ്ടാണ്. മേ ബി ആവാം അല്ലേ? നമ്മുടെ സ്റ്റേജിൽ നമ്മളിങ്ങനെ വീഴുന്നതായിട്ടല്ല കാണുന്നത്. സ്റ്റേജ് ഞാൻ കളിച്ച അങ്ങനത്തെ സ്റ്റേജ് ഒന്നും അല്ല, വേറെ ഒരു അവാർഡ് നൈറ്റ് ഒക്കെ പോലത്തെ നൈസ് സ്റ്റേജ്, ഭയങ്കര ഹൈറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ കളിച്ച് പുറത്തിട്ട് അങ്ങ് വീഴും. പിന്നെ ഒന്നും അറിയില്ല, ഉണരും അല്ലേ? ഇതാണ് നമ്മൾ കണ്ട രസം. ഇരുട്ടിനെ ഭയമുള്ളവരാരൊക്കെയാണ്? കുഴപ്പമില്ല, എനിക്കുണ്ട്. ഇരുട്ടിന് ഭയമുണ്ടല്ലേ? ഇരുട്ടിന് ഭയമാണ്. ഇത് ഇരുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമ കൂടുതലും രാത്രിയാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് ഇല്ല, രാത്രി ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വളവിലേക്കൊന്നും പോകേണ്ട ആവശ്യം വന്നില്ല. ഇല്ല, അതുകൊണ്ട് ഞാൻ വളവിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ വളവിൽ നിൽക്കുമ്പോൾ ഫീൽ ചെയ്തോ? ഇല്ല. ആരെങ്കിലും പേടിപ്പിച്ചോ? ഇല്ല. ഇങ്ങനെ ചില സീക്വൻസസ് ഇങ്ങനെ വരുന്ന സമയത്ത് അത് തോന്നുന്നു, മനസ്സിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട്. ഇങ്ങനെ ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ള ഒരു സീക്വൻസിന് കറക്റ്റ് ആക്ഷൻ പറഞ്ഞ സമയത്ത് ആ വിളക്ക് കെട്ടു. അപ്പൊ പെട്ടെന്ന് ആ സെറ്റിലുള്ള എല്ലാവരും എന്താ ഇങ്ങനെ ഒരു അങ്ങനെ എല്ലാവർക്കും മനസ്സിലുള്ളത് കൊണ്ട് തോന്നിയിരുന്നു. അല്ലാതെ നെഗറ്റീവ് എനർജി ഒന്നും. നിങ്ങൾ ആരും വളവില്ലേ? ഇല്ല. എനിക്ക് ഫോറസ്റ്റ് ഏരിയ കുറച്ച് ഉണ്ട്, നൈറ്റ് ഉണ്ട്. അതും കൂടുതലൊരു ഇമോഷണൽ സീനാണ്. അപ്പൊ പേടിക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല. നിങ്ങൾ നെറ്റ് വെറുതെ ഇരിക്കുമ്പോൾ ഷൂട്ട് കാണാൻ പോകാറുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ ആരും കൊണ്ടുപോയില്ല. നിങ്ങൾ പേടിക്കണ്ടെന്ന് ഓർത്തിട്ടാണോ? അല്ല, മോസ്റ്റ്ലി അത് നൈറ്റ് നമുക്ക് ഉണ്ടെങ്കിലും. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ആ വളവിലെ ഷൂട്ട് തുടങ്ങിയത്. അപ്പൊ നമ്മളൊക്കെ പിന്നെ വീട്ടിലേക്ക് പോയി, നമ്മൾ പിന്നെ പോയില്ല അങ്ങോട്ട്. നിങ്ങൾ വീട്ടിലേക്ക് അതുകൊണ്ട് പോകേണ്ട വന്നില്ല. അതാണല്ലോ അതിൻ്റെ ഒരു വാസ്തവം. ഒരു സിനിമയ്ക്ക് വേണ്ടത്, നമുക്ക് ഈ സിനിമ എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒന്ന്, നമുക്ക് ചിരിക്കാൻ കുറേ വേണം അല്ലേ? നമുക്ക് കുറച്ച് കരയുന്ന കുറച്ച് സീനുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. സെൻറ്റിമെൻറ്റിൽ എന്തായാലും വേണം, ഒന്ന് ചിരിക്കാൻ, മനസ്സ് കയറി ചിരിക്കാനുള്ള വേണം. ഈ പറഞ്ഞ പോലെ സുമതികൾ അതെല്ലാം കൂടെ നമുക്ക് തരുന്നുണ്ട്. ഉറപ്പായിട്ടും ചിരിക്കാനുള്ളതുണ്ട്, ഹൊറർ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഇവരുടെ അർജുൻ ചേട്ടന്റെയും
മാളുവിന്റെ നല്ലൊരു പ്രേമൊക്കെ ഉണ്ട്. ഒരു നല്ല സോങ് വരാനിരിക്കുന്നു. ഓൾഡ് ഇറങ്ങിയ സോങ് ഒക്കെ ഹിറ്റാണ്. അതെ, 5 സോങ് ഉണ്ട്. 5 സോങ് ഉണ്ട്. ഇനി ഒരു സോങ് കൂടെ ഉണ്ട് വരാൻ. 5 സോങ് ഉണ്ട്. 5 സോങ്ങും ഹിറ്റാണ്. അതാണ് ഈ സിനിമ. ഈ പാട്ടിലൂടെ ഒരു യാത്ര ചെയ്യുകയാണ് ഈ സിനിമ. ഈ പറഞ്ഞ പോലെ അത്രയും പാട്ടുകളും പ്രേക്ഷകർക്ക് എല്ലാം ഇഷ്ടപ്പെടും. ഇപ്പം നിലവിലിറങ്ങിയ എല്ലാം ഇഷ്ടപ്പെടും. അപ്പൊ സിനിമയും അതുപോലെ തന്നെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഈ പ്രണയത്തെക്കുറിച്ചും അർജുനുമായിട്ടുള്ള പ്രണയം എല്ലാവരും ഒറ്റ അടിക്കുമ്പോൾ കൈ കൊണ്ടിയാ പറഞ്ഞിട്ട് അത്ര വല്ലാത്ത പ്രണയമായിരുന്നു. അതായത് 90s പ്രണയമല്ലേ? അപ്പൊ കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ട് രസമല്ലേ? ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ല, കാണാൻ ജസ്റ്റ് ഇങ്ങനെ കാണാനൊക്കെ അല്ലേ പറ്റുള്ളൂ. അതൊക്കെ ഇങ്ങനെ കാണിക്കും. അതാണ് ഇവരെല്ലാരും ഭയങ്കര പ്രശ്നമുള്ള പ്രണയമാണ്. എങ്ങനെ പ്രശ്നമുള്ള ഒരു പ്രണയം. നമ്മളെന്ന് വെച്ചാൽ 2 കുടുംബത്തിനെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ 2 കുടുംബം അത്ര സുഖത്തിലല്ലാത്ത അങ്ങനെ ഒരു ഇതാണ്. ഈ 2 കുടുംബത്തിലുള്ള 2 ആൾക്കാരാണ്. ഇവരങ്ങനെ പ്രേമിക്കാൻ ഞങ്ങൾ ഇങ്ങനെ വിടൂല, പ്രേമിക്കാൻ വിടില്ല. അതെ, ബാക്കി സിനിമ ആണ്. ബാക്കി സിനിമ ഇവിടെ ഇല്ലാത്തോണ്ട് ഇത്രയെങ്കിലും നമ്മൾ പറഞ്ഞു. ഇല്ല, ഇത് അഭിയേട്ടൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇത്രയും പറയാന്ന് പറഞ്ഞു. ഇത്രയും പ്രണയം പറയാന്ന് പറഞ്ഞു. പറഞ്ഞതാ പറഞ്ഞാണ്. അത് കേട്ടോണ്ടാണ് ഇത്ര. അല്ലെങ്കിൽ പറയില്ലായിരുന്നു. നിങ്ങളെല്ലാരും ഈ സിനിമയിലാണ് ഒന്നിക്കുന്നത് അല്ലെ? അതിനിപ്പോ നിങ്ങൾ ഒന്നിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ പൊതുവെ സ്ത്രീകളെല്ലാവരും ഒരുമിച്ച് കാണുന്നു. നിങ്ങളിൽ ഏറ്റവും കുശുമ്പുണ്ടായിരുന്ന ആരായിരുന്നു? ഒറ്റയടി പറയാൻ ഞങ്ങളെപ്പോഴും സത്യം പറഞ്ഞ ഞങ്ങളെപ്പോഴും പറയാറുള്ള കാര്യം, ലൊക്കേഷൻ കഴിഞ്ഞ ദിവസം അർജുൻ ചേട്ടനും പറഞ്ഞു, ഭയങ്കര ഫൺ, ആര് തമ്മിലും ഒരു ഈഗോ തമ്മിലും അതില്ല, സെറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങള് എല്ലാവരും ഒരു ക്യാരവാനിലായിരുന്നു. ഇനിയും കുറെ പേരുണ്ട്, ശിവത ചേച്ചി, സ്മിനു ചേച്ചി, അങ്ങനെ കുറെ പേരുണ്ട്. ഞങ്ങളെല്ലാവരും മിക്ക സമയം ഒരുമിച്ച് ഒരു ക്യാരവനിൽ പാട്ടൊക്കെ വെച്ച് യൂനോ കളിച്ച് ലൂഡോ കളിച്ച് ഇങ്ങനെ ഒരുമിച്ചാ. ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ഈഗോ പ്രശ്നങ്ങളോ കുശുമ്പോ ഒന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ മറ്റേ റെഡി ആവാൻ വരുമ്പോ ജ്വല്ലറി ബോക്സ് കൊണ്ട് നീ ഈ കമ്മലിട്ടോ അതിട്ടോ, അങ്ങനെ ഭയങ്കര ഒരു എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടിങ്, യുണീക്ക് ആയിരുന്നു എല്ലാവരും. ഒത്തിരി എല്ലാവരും ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന ലൊക്കേഷനിലാണ്. ചിലവരെ കണ്ടിട്ടുണ്ടാവും, ചിലവരെ കണ്ടിട്ടില്ലാത്തവരാണ്. നിങ്ങൾ ആദ്യമായിട്ട് കാണാത്ത ആരും കൊണ്ടാണ് നിങ്ങൾ ഈ 4 പേരിൽ പരസ്പരം കാണാത്തവരുണ്ടായിരുന്നു? കണ്ടിട്ടില്ല. നിങ്ങൾ 3 പേരും നേരത്തെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സിനിമയുടെ പൂജ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അതിന് മുമ്പ് കാണാത്തവരായിരുന്നല്ലോ. കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനും ജസ്നെയും കണ്ടിട്ടുണ്ട് മീറ്റർ. ജസ്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ഇവരാരും കണ്ടിട്ടില്ല. എന്റെ സെക്കൻഡ് മൂവി അല്ലേ? അഭിലാഷ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ 2 കാര്യങ്ങൾ വരും. ഒന്ന്, ഏറ്റവും നല്ല ക്വാളിറ്റി, ഒറ്റ വാക്ക്. അഭിലാഷ് ചേട്ടൻ ലൈക്ക് ഒരു ബ്രദറിനെ പോലെയാണ്, ഭയങ്കര സപ്പോർട്ടീവാ. നീ ഒന്ന് പറഞ്ഞു. ഓരോ ആൾക്കാർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ഭയങ്കര ലവിങ് ആണ്. അഭിലാഷ് ചേട്ടൻ എപ്പോഴും പറയാറില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ, അഭിലാഷ് ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ ഫീൽഡിൽ വന്നത് കാരണം ആർക്ക് എന്ത് ലൈക്ക് ഈ ഫീൽഡിൽ വരാൻ സ്വപ്നങ്ങളുള്ള ആൾക്കാർക്ക് അത് നിറവേറ്റി കൊടുക്കാൻ അഭിലാഷ് ചേട്ടൻ ആ ഒരു മനസ്സുണ്ട്. ഇത്രയും ഉയരങ്ങളിൽ എത്തിയിട്ട് പോലും ആ ഒരു മനസ്സുണ്ട്. എത്ര ഫെമിലിയർ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഒരു ഒറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ ആൾ ഭയങ്കര എന്താ പറയുക, ഒരു ഫാമിലി പോലെ ആക്കിയെടുക്കും. അങ്ങനെ ഒരു ടാലന്റ് അഭിലാഷിനകത്ത് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ പാട്ടിലൊക്കെ ഉണ്ട്, അഭിലാഷ് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡയറക്ടറെ കുറിച്ചാണ് ചോദിക്കുന്നത്. അഭിലാഷും ഡയറക്ടറുമായിട്ട് ഞാൻ ഈ സിനിമയുടെ കഥ തുടങ്ങുന്ന കാലം തൊട്ട് ഇവരോട് യാത്ര ചെയ്ത് പല സ്ഥലത്ത് ഞങ്ങൾ പല സിറ്റുവേഷൻ ചെയ്തിട്ട് കഥ പറയും. അഭിലാഷുമായിട്ട് കഥ പറയും. ഓരോ ഡയറക്ടറേയും പല സ്വഭാവമായിരിക്കും. നമ്മുടെ ഡയറക്ടർ നമ്മൾ ചെയ്ത സീൻ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന സമയത്തിലായിരിക്കും ആള് വന്ന് പറയും. ലൈക്ക് ഓക്കെ അല്ലെങ്കിൽ ആള് വന്ന് പറയും നമ്മളോട് ഓക്കെ അല്ല. ഓക്കെ ആണെങ്കിൽ അപ്പം തന്നെ വന്ന് പറയും ഇത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തേ. സൂപ്പർ ആണെങ്കിൽ സൂപ്പർ എന്നും പറയും. നമ്മൾ ആളെ മുഖം നോക്കി അങ്ങനെ ഒരു ടെൻഷനില്ല വിഷ്ണു എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ. ഹീസ് വെരി കൂൾ. നമ്മൾ ചെയ്തതിൻ്റെ കറക്റ്റ് നമ്മളോട് വന്ന് പറയും. ഇനി നമുക്കതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വേണ്ടല്ലോ ചേട്ടൻ ചോദിച്ചാൽ ഹീൽ അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ ആണെന്ന് ആൾക്കും തോന്നിയ ആൾ പറയും വേണ്ട, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു പറയും. സോ അങ്ങനെ ഒരു ഡയറക്ടറിന് മുഖത്ത് നോക്കി നമ്മൾ അയ്യോ ശരിയാവുമോ എന്ന് പേടിക്കേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ആള് കട്ട് പറയുന്ന സമയത്തുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിൽ ആ നന്നായിട്ടുണ്ടെന്ന് പറയുന്ന ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് മനസ്സിലാക്കി എത്രത്തോളം ആ സീൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ചേട്ടൻ നന്നായി കഴിഞ്ഞാൽ വന്നിട്ട് നന്നായിട്ടുണ്ട് പറയും, അല്ലെങ്കിൽ ഗോപിക ഇത്ര വേണ്ടാട്ടോ, അങ്ങനെ നമുക്ക് സജഷൻ അപ്പം തന്നെ തരും. അല്ലെങ്കിൽ ഇപ്പം നമുക്കൊന്നുകൂടെ ചെയ്യണം തന്നെ അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. പല സിനിമ പല രീതിക്കുള്ള യാത്രയാണ്. ഇപ്പം സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അഭിപ്രായ വ്യത്യാസം പല ആളുകൾക്കും പല സിനിമയ്ക്കും പല അഭിപ്രായമായിരിക്കും.
ഓരോ സിനിമ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സ്വയം സിനിമ കാണും, നമ്മളെല്ലാവരും സിനിമ കാണും. നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടും, നമ്മുടെ മനസ്സിൽ പറയും, നമ്മൾ പുറത്തേക്ക് ചിലപ്പോൾ പറയില്ല. അത്തരം നമ്മുടെ ഒരു സിനിമ കാണുമ്പോൾ ആളുകളുടെ പ്രതികരണം എന്താണെന്ന് ഭയപ്പെടുന്നത് ഈ സിനിമയില ഈ സിനിമ ഇല്ല ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. ടോട്ടലി ഫൺ എന്റർടൈനറാ. അപ്പോൾ കാരണം ഇങ്ങനത്തെ ഒരു ഹൊറർ പടം ഇറങ്ങിയിട്ട് കുറെ കാലമായി. അപ്പോൾ എല്ലാവരും ഒരു പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എല്ലാ എലമെന്റും ഉള്ള ഫൺ ഹൊറർ എല്ലാം ഉള്ള ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ്. യക്ഷിപ്പടങ്ങൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്, ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ യക്ഷിയൊക്കെ നമ്മൾ കാണുന്നത് പണ്ടൊക്കെ കണ്ടേക്കുന്ന യക്ഷി നമ്മൾ വെള്ള സാരി കൊടുത്തു, 2 പല്ല് നോക്കി, ചോര തുപ്പി ഒക്കെ യക്ഷിയാണ്. ഇതിലെ യക്ഷി എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. സിനിമ കണ്ടാലും എനിക്ക് പറയാം, കണ്ടിട്ടില്ല. ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങളും കണ്ടിട്ടില്ല യക്ഷിനെ. നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ആ യക്ഷിയെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിങ്ങളും ഇരിക്കുന്നു ഓഗസ്റ്റ് 1 അല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റിൽ തന്നെ അങ്ങനെയാണ് നമ്മൾ കണ്ടേക്കുന്ന യക്ഷി എന്നൊരു സ്വപ്നം. ആ യക്ഷിയെ മാറ്റിയെടുത്ത് വിനയൻ സാറിന് സെക്കൻഡ് പാർട്ട് എടുത്തപ്പോൾ യക്ഷിയെ മാറ്റി ഒരു മോഡേൺ ആക്കി എടുത്തു. വിനയൻ സാറിന്റെ പടത്തിലാണ് യക്ഷിയെ നമ്മൾ കണ്ടേക്കുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ട് ആ യക്ഷി മാറി ഒരു മോഡേൺ യക്ഷിയായി വന്നു. പാൻറ് ഇടുന്നതും ജീൻസ് ഇടുന്നതും ഒക്കെ ആയിട്ട് യക്ഷിയായിട്ട്. ഇതിലും അങ്ങനത്തെ ഒരു യക്ഷി നമ്മൾ ഈ സുമതി വളവിൽ നമ്മൾ കേട്ടിരുന്ന യക്ഷി പല രീതിക്കാണ്. നമ്മൾ കേട്ടതും പഠിച്ചതും അനുഭവിച്ചൊരു പറഞ്ഞേക്കണ കഥകൾ. നിങ്ങൾക്കൊരു രൂപമുണ്ടോ യക്ഷിയെക്കുറിച്ച്? ഈ മൂവിയിൽ ഈ സിനിമയിലെ രൂപം ഉണ്ടോ? ഈ സിനിമയിൽ അതൊന്നും അത് പറയാം. ഓരോ സിനിമയിലും ഓരോന്നല്ലേ, ഞങ്ങളത് ഓൾറെഡി പറഞ്ഞ പിന്നെ എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ പറയാൻ പറ്റില്ല. കണ്ടറിയണം. സുമതി വളവിൽ യക്ഷിയെ കുറിച്ച് കേട്ടിരിക്കുന്നത് എങ്ങനെ? ഒരു സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ മരിച്ച് കൊന്നു കെട്ടിയിട്ട് കൊല്ലോ, അങ്ങനെ അതാണ് കേട്ടത്. അങ്ങനെയാണല്ലോ കഥ പറഞ്ഞു പോകുന്നത്. ട്രിവാൻഡ്രത്തൊക്കെ ഒത്തിരി യാത്ര ചെയ്യുന്നതല്ലേ? ഇന്നുവരെ അവിടെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. പോയിരുന്നു സുമതി ഷൂട്ടിന് മുമ്പ് പോയിരുന്നു. പ്രൊമോഷൻ പ്രൊമോഷൻ പോയി. രാത്രിയാണോ പോയത്? 12. ആ 12 നിങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങള് 3 പേരുണ്ടായിരുന്നു. അർജുൻ ചേട്ടൻ, ബാലു ചേട്ടൻ, അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, പിന്നെ ശിവ, എന്റെ അമ്മ, ഇവളുടെ അമ്മ. ആ 12 മണിക്ക് നിങ്ങൾ അവിടെ എത്തിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ട്രിവാൻഡ്രത്ത് പ്രൊമോഷൻ പോയപ്പോ പിന്നെ സുമതി വളവിലൊന്നും കൂടെ പോയി നോക്കാം എന്നുള്ള ഒരു ഇതില് അങ്ങനെ പോയതല്ലേ, എല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് ഒന്ന് യക്ഷിനെ കണ്ടിട്ട് വരാൻ സെറ്റ് ടീം ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് കൊണ്ടുപോയിട്ടില്ലല്ലോ, അന്ന് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാലോ എന്ന് പറഞ്ഞ് അങ്ങനെ പോയത്. അങ്ങനെ ഒന്നും കൊണ്ടാണ് നിങ്ങൾക്ക് പോയപ്പോൾ യക്ഷിവെല്ലാം കാണാൻ പറ്റിയോ? ഇല്ല അഭിലാഷ് എന്ന് പറഞ്ഞ യക്ഷനെ കാണാൻ പറ്റി കാണും അല്ലേ? ഞങ്ങളുടെ കൂടെ അവര് ഭയപ്പെടുത്തിയല്ലോ. ബ്ലൂടൂത്ത് സ്പീക്കറിൽ സൗണ്ട് ഒക്കെ വെച്ചിട്ട് കരയുന്ന സൗണ്ട് വെച്ചിട്ട് ബാലുചേട്ടൻ ആദ്യം നമ്മളെല്ലാം പേടിപ്പിച്ചു. ഞാൻ കേട്ടില്ല, പക്ഷെ ഞാൻ ഫസ്റ്റ് പേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിലാഷ് ചേട്ടനെയും പേടിപ്പിച്ചു. ബ്ലൂടൂത്തില് മറ്റേ കരയുന്ന ഒരു വോയിസ് വെച്ചിട്ട് സ്പീക്കർ ദൂരെ വെച്ചു. അപ്പൊ നമ്മൾ അതുവഴി നടന്നപ്പോ ഇതാണ് ഈ റേഞ്ച് ഉണ്ടായിരുന്നില്ല ബാലിച്ചേട്ടൻ. അപ്പൊ അത് പെട്ടെന്ന് എവിടെന്നോ അങ്ങ് വാക്കായി. അപ്പൊ ഞാൻ കേട്ടതേ ഇല്ല, ഇവര് പേടിച്ചു. ഞാൻ ബാക്കിൽ നടന്നു വരും. നിങ്ങൾ രണ്ടുമാണ് അഭിലാഷും ഗോപികയായിരുന്നു. അല്ല അഭിലാഷേട്ടൻ പേടിക്കുന്നതിന് മുന്നേ ഞാൻ പേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവർക്കും പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച്. അഭിലാഷ് പ്ലാൻ ചെയ്താണോ അതോ അഭിലാഷ് അറിഞ്ഞിട്ടില്ല? അഭിലാഷ് പ്ലാൻ ചെയ്തിട്ടില്ല. അഭിലാഷേട്ടൻ പേടിച്ചു. അഭിലാഷിന്റെ അടുത്ത് ചോദിച്ചില്ല ഈ ഷൂട്ടിംഗ് സമയത്ത് എത്ര വർഷം പേടിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഷൂട്ട് അവിടെ ആയിരുന്നില്ല, പാലക്കാടായിരുന്നു ഷൂട്ട്. ഒറിജിനൽ സുമതി വളവിലായിരുന്നില്ല, പാലക്കാട് ആയിരുന്നു ഷൂട്ട്. അതുകൊണ്ട് ആ ഒരു പേടി അവിടെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ സുമതി വളവ് സിനിമ കാണാൻ ഒത്തിരി ആളുകളുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ ഒത്തിരി ആളുകൾ ഈ സിനിമയെ കുറിച്ച് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ഈ സുമതി വളവിനെ കുറിച്ച് ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടായപ്പോൾ പറഞ്ഞു, ഈ സിനിമ വരുമ്പോഴാണ് നമ്മൾ കണ്ട് നമ്മൾ ഭയപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ടാവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടോ സ്ക്രിപ്റ്റിന്റെ സമയത്ത്? ഞങ്ങളോട് സത്യം പറഞ്ഞാൽ ഫുൾ കഥ മാത്രം പറഞ്ഞു. ആർക്കും ഫുൾ സ്ക്രിപ്റ്റ് അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ ചോദിച്ചു എനിക്ക് ഷൂട്ടിന്റെ ഒരു കുറച്ച് ദിവസം മുന്നേ എനിക്ക് പറഞ്ഞു. പിന്നെ പറഞ്ഞ കഥ അല്ല, എല്ലാരോടും പറഞ്ഞ കഥ വേറെ അല്ലേ? ഒറ്റ കഥ പറഞ്ഞിട്ടില്ല. ഒരു സസ്പെൻസ് ആണ് ഇത്. ഞങ്ങളും വെയിറ്റിംഗ് ആണ് പടം കാണാൻ. ഇതിൽ 5 പാട്ടുകൾ പറഞ്ഞല്ലോ. 5 പാട്ടുകൾ വളരെ പ്രാധാന്യത്തോടുള്ള പാട്ടുകളാണ്. ഈ പാട്ടുകളെല്ലാം എല്ലാ പാട്ടുകളിലും നിങ്ങൾ ആരൊക്കെയാണ്? നമ്മളൊരു ഡാൻസിന്റെ എല്ലാ പാട്ടുകളും ഉള്ളത് ആരൊക്കെയാണ്? എല്ലാ പാട്ടും അർജുൻ ചേട്ടൻ മാത്രം. അപ്പൊ അർജുനാണ്, ബാലുചേട്ടനും ഇല്ല, അർജുൻ ചേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ പാട്ടും. എല്ലാ പാട്ടിലും അർജുനാണ് എല്ലാ പാട്ടുകളും അല്ലേ? നിങ്ങൾ ഓരോ പാട്ടിന്റെ ഒക്കെ ഭാഗമായിട്ടല്ലേ?
ഞങ്ങള് 2 പാട്ട്. നമ്മളെ 2 പാട്ടിന്റെ ഭാഗം, ഇവര് 3. ഞാനും 2. ആ 2. നിങ്ങൾ 3. 2. ശരി. അപ്പൊ നമുക്ക് രണ്ടോ മൂന്നോ ഏതെങ്കിലും ഉറപ്പിക്കുക. രണ്ട് ഞാൻ ഭാഗമായിട്ടില്ല പാട്ട്. പാട്ടിന്റെ ഭാഗമായിട്ടില്ല. അതെന്താണ്? 3 ക്യാരക്ടറിന് അങ്ങനെയാണ്. 3. മൂന്നുണ്ട്. ഉറപ്പിച്ചോ? 3 മുതൽ ചെറുതായിട്ടേ ഉള്ളൂ. ഏതായത്? 3ാമത്തെ പാട്ടിൽ എന്നാലും ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണൂല. ബാക്കിലൊക്കെ ഉണ്ട്. എവിടെ നിങ്ങൾ കാണൂല. കാണില്ല. പ്രേതമായിട്ട് ബാക്കിൽ അപ്പൊ ഞാനുണ്ട് 3-ല്. എനിക്ക് ഉറപ്പില്ല. ഇതൊക്കെ കളഞ്ഞാല് രണ്ടുപേരും 3 പാട്ടിലുണ്ട്. അത് ഏത് രൂപത്തിലാണ് നമ്മൾ കാണാൻ പറ്റും കണ്ടുപിടിക്കാം. സിനിമയിൽ പോയി കാണുമ്പോൾ കണ്ടുപിടിച്ചിട്ട് പ്രേതായിരുന്നു ഞങ്ങള്. ഒരു പാട്ടിൽ ഞങ്ങൾ പ്രേതമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഈ നമ്മുടെ പണി സിനിമയ്ക്ക് ശേഷമാണ് ജോബി ഈ സിനിമയ്ക്ക് ബോബിയൊക്കെ ഇതിനകത്ത് ജോലി ചെയ്തത്. അദ്ദേഹത്തിന്റെ നമ്മളെ പണി സിനിമ കണ്ടവരായിരിക്കും എല്ലാവരും. ഒരു വില്ലനായിരുന്നു. ഇതിൽ വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അല്ല, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഗോപി ചേട്ടനുമായിട്ട്. നല്ല ഇവർക്കുണ്ട്. ഇവർക്ക് വലിയ സീനാ, ചീത്തൊക്കെ പറയുന്നുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ വീഡിയോസ് അവിടെ വന്നായിരുന്നു. നിങ്ങളെ കണ്ടില്ലാണ് ഇവരെല്ലാവരും ഉള്ള വീഡിയോസ്. ആ സമയത്ത് നല്ല പാട്ടുപാടി എൻജോയ് ചെയ്യുന്നതും അങ്ങനെ കുറേ വീഡിയോ, ലൊക്കേഷനിൽ കുറേ വീഡിയോകളും. എനിക്കൊന്ന് അർജുനൊക്കെ ഇട്ടിരുന്ന വീഡിയോ ആണ്. ഈ ബോബിയൊക്കെ പാട്ടുകൾ, പഴയ ലാലേട്ടൻ്റെ സിനിമയുടെ പാട്ടുകളൊക്കെ പാടി. അങ്ങനെ ഒരു മൂഡ് നിങ്ങൾ ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ നൈറ്റ് ഷൂട്ടൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. ഹൊറർ കഥ പറയും. നമ്മുടെ സിദ്ധാർത്ഥേട്ടനും ബാലു ചേട്ടനും ഞങ്ങളെ പേടിപ്പിക്കായിരുന്നു. അതായത് 6 to 6 ആയിരുന്നു ആ ഷൂട്ട്. അപ്പം അതിന് തൊട്ടടുത്തൊരു കല്ലറുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കും. ഇപ്പം വരും നോക്കിക്കോന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഷൂട്ട് സ്ഥലത്തും അങ്ങനെ ഒരു കല്ലറുണ്ട്. ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു കല്ലറ പോലൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞിട്ട് ഞങ്ങളെ പേടിപ്പിക്കായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ചെയ്ത സീനുകളുണ്ടല്ലോ, സീൻ അത് പുറത്ത് പറയാൻ പറ്റാന്നാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു സീൻ ഓർത്തെടുക്കാൻ പറയാതായിരിക്കും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഇന്റർവെലിന് ശേഷം ഒരു സീൻ ഉണ്ട്. അർജുൻ ചേട്ടനോട് സംസാരിക്കുന്ന ആ സീനാണ് പറയാൻ പറ്റില്ല. കണ്ട് ചെയ്തതൊക്കെ ഇഷ്ടപ്പെട്ടു. ചെയ്തൊക്കെ ഇഷ്ടം. പക്ഷെ അതൊരു വലിയ സീനാണ്. അതുകൊണ്ടാണ് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അത് ചോദിക്കുന്നത് പിന്നെ പറയണില്ല എന്ന് പറയുന്നില്ല. അപ്പുറത്തേക്ക് ഞാൻ കണ്ണിലേക്ക് ഒരു കണ്ണിലൊരു ഫീല്, എന്തോ കരയുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അത്തരം ഒരു സീനുകളായിരിക്കും ഞാൻ ചിന്തിക്കുന്നു. അല്ല, അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടൊന്ന് മേടിക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും പറ്റാന്ന് പറഞ്ഞാൽ ഇല്ല. അത് സിനിമ കണ്ടിട്ട് പറയാം. ഇവിടെ ഒരു സിനിമ ഉണ്ട്. ഇവിടെ എനിക്കൊന്നും ഇവിടെ ആ പ്രണയം തന്നെയായിരിക്കും. 2-3 പ്രണയമല്ല, 2-3 സീനുണ്ട്. ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒരു വെറൈറ്റി ആണ്. നല്ല വെറൈറ്റിയാണ്. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു ദേഷ്യപ്പെടുന്ന ഒരു സീനുണ്ട്. അതാണ് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല. അവിടെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഞാൻ ദേഷ്യപ്പെട്ടു. അതറിയില്ല, കട്ട് ചെയ്തോ അറിയില്ല. ഡയറക്ടറിനടുത്ത് ഇന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കും, പറയുകയും ചെയ്തു. ഡയറക്ടറോട് ഇരിക്കട്ടെ ചോദിക്കാം. അത് കട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ആ സീൻ കട്ട് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാ. കട്ട് ചെയ്യാൻ പറ്റില്ല ആ സീൻ. കട്ട് ചെയ്തു നമ്മൾ അഭിനയിച്ചിട്ട് വേണ്ടി എന്തൊക്കെയാ ട്രിം ചെയ്യുമ്പോൾ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലാത്ത കുറേ ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത് കട്ട് ചെയ്യില്ല. ഇത് കട്ട് ചെയ്യില്ലെന്ന് എന്റെ ഒരു വിശ്വാസം. ഇത് സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു ദേഷ്യപ്പെടലായിരുന്നു. അതെ. ആരോടാന്ന് പറയണ്ട. പറയാൻ പറ്റും ആരോടാ? അതെനിക്കറിയില്ല. പറഞ്ഞു ഓൾറെഡി തുടക്കത്തില്. പക്ഷെ ദേഷ്യപ്പെടുന്ന വേറെ ആളവിടെ അല്ലേ? ചെറുതായിട്ട് പറഞ്ഞു. ആദ്യം ഒന്ന് പറഞ്ഞ അദ്ദേഹത്തോട് തന്നെയാണ് ദേഷ്യം. ചെറുതായിട്ട് 2-3 ആളുണ്ട്. 2-3 ആളുണ്ട്. പക്ഷെ എല്ലാവരോടും ദേഷ്യപ്പെടലായിരുന്നോ? ഷൂട്ടിലും ദേഷ്യമായിരുന്നോ? അല്ല, ഭയങ്കര ഫണ്ണായിരുന്നു. അതല്ലേ, സീനിൽ വരുമ്പോൾ മാത്രമേ ദേഷ്യപ്പെടുള്ളൂ. അല്ല, ആ സീനിന് വേണ്ടി അല്ലേ, ക്യാരക്ടറിന് വേണ്ടി നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട്. അത് 1-1.5 ദേഷ്യപ്പെടില്ല. അല്ലെങ്കിൽ ഇപ്പൊ പറയില്ല ഉറപ്പായിട്ട്. അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ അതായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത്, ഞാൻ പറഞ്ഞ ഇത് സാധനം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സീൻ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഇത് ദേഷ്യപ്പെടൽ വേറെ രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഒരാളോട് ഒരു കൗണ്ടർ പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നത് അതെന്തായാലും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡാൻസ് ആണ്. കാരണം ഫസ്റ്റ് മൂവിയിൽ എനിക്ക് മാത്രം ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. ആ ഒരു വിഷമം
ഈ മൂവിയിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റി. ഡാൻസ് ചെയ്യാം, അതാണ് ഏറ്റവും ഇവിടെ എൻജോയ് ചെയ്തതായിരിക്കും. എനിക്ക് ആ ഡാൻസ് കളിക്കാൻ പറ്റാത്തതിലുള്ള വിഷമമാണ്. എപ്പോഴും dance ചെയ്യണം. എനിക്ക് ഡാൻസ് ഇല്ല. എപ്പോഴും dance ചെയ്യണം. ആ വിഷമം ഞാൻ പ്രൊമോഷൻസിന് ഡാൻസ് കളിച്ച് തീർക്കുന്നുണ്ട്. എവിടെ പോയാലും ഏത് ക്യാമ്പസിൽ പോയാലും ഡാൻസ് ചെയ്താണ് നടത്തോണ്ടിരിക്കണം. അത് അങ്ങനെയാ വിഷമം തീർക്കുന്നത്. അങ്ങനെ വിഷമം ഇവിടെയോ? എനിക്കും ഡാൻസ്, കാരണം ഒരു സിനിമയിൽ ഒരു സോങ്ങിൽ ഇത്രയും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അത് ഭയങ്കര വൈബായിരുന്നു ആ സോങ്. പിന്നെ ഷൂട്ടിന്റെ സമയത്ത് നല്ല നല്ല വൈബ്, നല്ല രസമായിരുന്നു. ഇവിടെ ചെയ്യാൻ പറ്റാത്തതല്ലേ? എൻജോയ് ചെയ്തു. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റാത്തതിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു ആക്ച്വലി. കാരണം ഞാൻ വന്നപ്പോൾ ഇവരൊക്കെ എന്നോട് ഡയറക്ടറൊക്കെ പറഞ്ഞു നിനക്കത് മിസ്സായി, നല്ല പാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ സാരി കൊടുക്കുക, ഇതിലൊരു ടീച്ചറായിട്ടുള്ളൊരു ക്യാരക്ടർ, അപ്പോൾ എനിക്ക് അതൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. ഡാൻസ് ചെയ്യാത്തതിന് സങ്കടമുള്ളവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. 2 ഡാൻസേഴ്സിന് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല, അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇവിടെയാണെങ്കിൽ ആദ്യം ശില്പിക്കാൻ പറ്റില്ല, ഇതിന് ഡാൻസ് ചെയ്യാൻ. അല്ല, ആ സീനായിരുന്നു ഫസ്റ്റ് എടുത്തിരുന്നത്. ആ സീനാണ്. ഡാൻസ് പോർഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കൃത്യമായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഫലിപ്പിച്ചിട്ടുണ്ട്. ഇനി പ്രഷർ മൊത്തം സിനിമയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാം. ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ റൂമിലേക്ക് സംഭവിക്കുന്നത്, ആ സമയത്തൊക്കെ ഡാൻസ് റീലുകളൊക്കെ ചെയ്യാറുണ്ട്? ഇല്ല, ഞങ്ങൾ യൂനോ കളിക്കായിരുന്നു. ഞങ്ങൾ യൂനോ ഫുൾ ടൈം യൂനോ ലുഡോ. അല്ലേ? ഒരു റീൽ എടുത്തിട്ട് ഒരു റീൽ എടുത്തു. നിങ്ങളുടെ റീലൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ? ഇല്ല, അത് പോസ്റ്റ് ചെയ്തു. ഞാൻ വെറുതെ ഓർമ്മയ്ക്ക് മെമ്മറിക്ക് വേണ്ടി ഇങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ? ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ അനൗൺസ്മെന്റ് തന്നെ രണ്ടുപേരും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. താങ്കളെ വിളിച്ചിട്ട് തന്നെ വലിയ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. നമ്മൾ മലയാള പ്രേക്ഷകരിലേക്ക് ഒരാൾ വരുന്നു എന്നുള്ള അനൗൺസ്മെന്റ് എനിക്ക് തോന്നുന്നുണ്ട് അഭിലാഷ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം ജെപി പറഞ്ഞ വേറെ രീതിക്ക് ഞാൻ ഇങ്ങനെ സുമതി വളയൻ്റെ കഥകൾ കേട്ട ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഈ സുമതി വളയൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടോ ഒറ്റയ്ക്ക് വീട്ടിൽ? സുമതി വള ഒറിജിനൽ സുമതി വള പറഞ്ഞിട്ടില്ല. എനിക്ക് പ്രേതം കുറച്ച് പേടിയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ അധികം എന്റർടൈൻ ചെയ്യാറില്ല. ഒന്നും ഹൊറർ ഇല്ല, സംസാരിച്ചിട്ടില്ല. ഷൂട്ടിംഗ് സമയത്ത് വന്നിരുന്നോ? വരാറുണ്ടായിരുന്നു, എന്റെ ഷൂട്ടിലൊക്കെ വരാറുണ്ട്. വന്നിട്ട് ഞങ്ങൾ എല്ലാരും ഒരുമിച്ചാ യൂനോ കളിച്ചോണ്ടിരുന്നു. ചേട്ടൻ ഉണ്ടാവാറുണ്ട് നമ്മുടെ കൂടെ. എന്തായാലും ഒരു സിനിമയ്ക്ക് വേണ്ട കഥാപാത്രങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട് അല്ലേ? ഇവിടെ ടീച്ചറാന്ന് പറഞ്ഞു, ഇവിടുത്തെ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞിട്ടില്ല. പണിയൊന്നുമില്ല. ഞാൻ അവിടുത്തെ ഒരു ജോത്സ്യന്റെ മകള്. ജോത്സ്യനാണ്, അപ്പൊ എല്ലാരും പേടിപ്പിക്കണം ഏറെക്കുറെ. അതെ, ജോത്സ്യന്റെ ഇതാണല്ലോ, പൈസ മേടിക്കുക. ജോത്സ്യന്റെ മകളായിട്ടാണ്. വലിയ പണി, പ്രത്യേകിച്ച് പണിയൊന്നും ഇവിടെ. ഒരു തമിഴ് ലേഡി. അപ്പോൾ മേക്കപ്പ് ഒക്കെ മൊത്തം മാറ്റിയിട്ടുണ്ടല്ലോ? മൊത്തം മാറ്റിയിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മേക്കപ്പ് ഇതിനായിരിക്കും ഫുൾ രീതിക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാണ് ക്യാരക്ടർ? ഞാൻ ഗൂഗിൾ ചേട്ടന്റെ വൈഫായിട്ടാ, കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ. എന്നെ ലുക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. കാര്യം ജീവിതത്തിൽ ഇല്ലാത്ത സാധനം, ജീവിതത്തിൽ ഇല്ലാതെ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞ സാധനം ഇല്ലാന്നാ പറഞ്ഞത്. കുറച്ച് ഇല്ല, എന്നാ ഇതില് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള. ആ സീനുകളിലാണ് നിങ്ങൾ വഴക്കുണ്ടാക്കിയെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാടാ. നല്ല ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി രണ്ടുപേരെയാണ് നമുക്ക് കിട്ടാവുള്ളത്. സിനിമ കഴിഞ്ഞ് നമ്മൾ തീരുമാനിക്കുള്ളൂ. ഒരാളെ നമുക്ക് എന്തായാലും കിട്ടി. ഹസ്ബൻഡിന്റെ അടുത്ത് തന്നെയാണ് വഴക്കുണ്ടാക്കിയത് സിനിമയില്. അതെങ്ങനെ കിട്ടിയെന്ന് ഇനി സിനിമ കണ്ട് ബാക്കി ആരാന്ന് പറയാം. ഈ ബാലു അച്ചു എന്നാ ഞാൻ വിളിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഞങ്ങൾ ചെറുപ്പം തൊട്ട് എടുത്തുകൊണ്ട് നടന്നുകൊണ്ടാണ് ഞാൻ അച്ചു പെട്ടെന്ന് പറഞ്ഞത്. ബാലു അച്ചു വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളാണോ അതോ ഇവരൊരുമിച്ചുള്ള കഥാപാത്രങ്ങൾ? ഇവരൊപ്പാണ്. പറഞ്ഞ പോലെ ഇവരൊരു ഫ്രണ്ട്സ്, ഇവരെപ്പോഴും ഒപ്പാണ്. അല്ലാതെ ചിലപ്പോ ഉണ്ടാവാത്ത, ചിലപ്പോ ഞങ്ങളുള്ള ഏതെങ്കിലും സീനിലാവും. അല്ലെങ്കിൽ ഇവരൊപ്പം എപ്പോഴും ഒപ്പമുള്ള ഒരു ഗ്യാങ് ആണ് ഇവര്. ഇപ്പൊ മൊത്തം കഥ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു. ഇല്ല, നമ്മൾ ഇതൊക്കെ പാട്ടിലുള്ളതാ. അത് മാത്രമേ നമ്മൾ പറയുന്നത്. വേറെ കഥയിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ഈ പഴയ കാലഘട്ടമാണല്ലോ ഈ സിനിമ വരുന്നത്. നമ്മൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആ കാലഘട്ടം ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? എനിക്കൊട്ടും അറിയില്ല. ജനിച്ചിട്ടേ ഇല്ല. ജനിച്ചിട്ടില്ല. ജനിച്ച ആരാളൊക്കെ? ഇവരുണ്ടെങ്കിലും ജനിച്ചു. ഞാൻ ചെറുതായിരിക്കും. അല്ല, ഈ സിനിമ നടക്കുന്ന സമയം ജനിച്ചിട്ടില്ല. ഇത് മണിച്ചിത്രത്താഴ് ഇറങ്ങിയ വർഷം ആ ഒരു സമയത്ത് കുഞ്ഞായിരിക്കും. ആ ഒരു പീരീഡിലാണ് നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ ജനിച്ചിട്ട പിന്നെയാണ് ജനിച്ചത്. എവിടെയൊക്കെ അതെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആ കാലഘട്ടമാണ്. നമുക്ക് ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക്
വലിയ പഠിപ്പൊന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. ഈ സിനിമയിലേക്ക് കാലഘട്ടത്തെ കുറിച്ച് ആരോടെങ്കിലും ചോദിച്ച് സ്ക്രിപ്റ്റ് അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി? ഇല്ല, നമ്മൾ കുറേ മൂവീസ് കാണുന്നില്ലേ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏകദേശം ഇപ്പം എല്ലാവരും അങ്ങനെ കണ്ടിട്ടാണല്ലോ. ഇപ്പോൾ ആ കാലഘട്ടത്തിലുള്ളവരും കുറേയൊക്കെ ഇങ്ങനെ മൂവീസ് കണ്ട് ഫോട്ടോസ് കണ്ടിട്ടല്ലേ. അപ്പം എനിക്ക് അങ്ങനെ അതിനായിട്ടൊരു പ്രിപ്പറേഷൻ വേണ്ടി വന്നിട്ടില്ല. നമ്മുടെ കോസ്റ്റ്യൂമിന് ഒരു ചേഞ്ച് ഉണ്ടാവും ഉണ്ട്. അല്ലേ? എനിക്ക് ലൂസാ, ഒരാളും കൂടി കയറാവുന്നത്ര ലൂസിൽ എനിക്ക് തന്നിരുന്നൊക്കെ. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട് ആ കാലഘട്ടത്തിൽ. ഒറ്റ കാലഘട്ടം തന്നെ അല്ല കാണിക്കുന്നുള്ളൂ, ആ കാലഘട്ടത്തിൽ തന്നെ. അപ്പൊ നമ്മുടെ യാത്ര മൊത്തം ഈ പറഞ്ഞ കോസ്റ്റ്യൂമൊക്കെ അത് തന്നെയാണ് ഫുള്ള് പോകുന്നത്. നമുക്കൊന്ന് അതിൽ നിന്ന് മാറുമ്പോഴാണ് നമുക്കൊന്ന് ഒരു ആശ്വാസമാവുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടം ഇങ്ങനെ സാരി പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. കമ്മൽ, മാല, എല്ലാം അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ എല്ലാം ഞാൻ എൻജോയ് ചെയ്തു. എല്ലാവരും അങ്ങനെ. അതെ, മുത്തുമാല പണ്ടത്തെ, അതൊന്നും നമ്മളിപ്പോ വലിയ ജിമിക്കി, കൊടയിൽ തന്നെ പ്രത്യേകതയുണ്ട്. ഉണ്ട്. പണ്ട് ബാഗിൽ വെക്കാം, ഇപ്പൊ ബാഗിൽ വെക്കാതെ ബാഗിൽ വെച്ചാൽ പോലും കാണാത്ത കൊട. വലിയ നീളമുണ്ട്, ഇത്ര ഉണ്ട്. എന്തായാലും ഈ സിനിമ നല്ലതായിട്ട് മാത്രമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ബ്രാൻഡ് വന്നിരിക്കുന്നത്, ഗോകുലം ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ സിനിമയുടെ വലിപ്പം എത്ര മാത്രമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഗോപാലൻ ചേട്ടനെ പോലുള്ള മൂർത്തിച്ചേട്ടനെ പോലുള്ള ആളുകൾ ഈ സിനിമയിലേക്ക് വരില്ല. അപ്പൊ ഈ സിനിമയ്ക്ക് അത്രമാത്രം വലിപ്പമുണ്ട്. അതാണ് പ്രേക്ഷകർ ഈ സിനിമ കൈ നീട്ടി സ്വീകരിക്കാൻ ഓഗസ്റ്റ് 1-ാം തീയതി കാത്തിരിക്കും. നമുക്കും കാത്തിരിക്കാം. ഓഗസ്റ്റ് 1-ാം തീയതി മനോഹരമായ ഒരു ഗാനം ആരെങ്കിലും പാടി നമുക്ക് അവസാനിപ്പിക്കുകയും അവസാനിപ്പിക്കാന്ന് പറയാം. അതാണല്ലോ വേണ്ടത്. നമുക്ക് എല്ലാവർക്കും വയ്യാതിരിക്കുകയായിരുന്നു. തുടങ്ങി ഞങ്ങള് എല്ലാവരും കൂടും. നിങ്ങൾക്ക് കൂടെ കൂടുന്ന് പറഞ്ഞാൽ പാടിയാലേ കൂടാൻ പറ്റുള്ളൂ. സ്റ്റാർട്ട് ചെയ്യും. മുത്തമഴ നിങ്ങൾക്ക് അറിയോ? ഇല്ല, ഇവർക്ക് അറിയില്ല. ഇവരെനിക്ക് അറിയാത്ത പാട്ട് പാടിയിട്ടുള്ള ആളാണ്. അതാ നീ പാടിയത് പാടിയിട്ടുള്ള പാട്ട് നല്ല രസമുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. മുത്തമഴ ഇങ്ക കൊട്ടി തീരാതോ, ഉള്ള ഇരവുകൾ പത്തിരിയാതോ, ജാനേദം മരദം ദം ഇങ്ക ഉന്തൻ കയ്യിൽ சொர்க்கம், உள்ள இரவோ சொல்லாரவோ, முள்ள இரவனை வேண்டி எங்கும் உசிரோ. സൂപ്പർ സൂപ്പർ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഓഗസ്റ്റ് 1-ാം തീയതി സുമതി മോള് ആദ്യ ഷോ തന്നെ കാണും. ആദ്യ ഷോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായം സത്യസന്ധമായിട്ട് എഴുതുക. കൂടെ ഉണ്ടാകും യാത്രയോടൊപ്പം. തീർച്ചയായിട്ടും ആദ്യ ഷോ കാണും. ആദ്യ ഷോ കണ്ട് അതിന് മുമ്പ് ഞാൻ സിനിമ കാണുന്നു. ഇന്ന് അഭിലാഷം അതിന് മുമ്പ് ഞാൻ സിനിമ കാണും. അടുത്ത ദിവസം തന്നെ ഞാൻ സിനിമ കാണും. എനിക്ക് സിനിമ കാണണം. അടുത്ത ദിവസം ഞാൻ സിനിമ കാണുന്നുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം.